ഹലോ സ്റ്റുഡൻസ്, നിങ്ങൾ റെസ്പോൺസസ് കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. ഞാൻ പ്രോബ്ലത്തിലേക്ക് ഡയറക്റ്റ് പോവുകയാണ്. നിങ്ങൾ ചെയ്യാൻ മനസ്സിലാകുമോ എന്ന് നിങ്ങളോട് ചോദിച്ചിരുന്ന പ്രോബ്ലമാണ്. ഞാനത് ചെയ്ത് കാണിക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി 1/x ഈക്വൽ ടു 1/c. അത് പ്രൂവ് ചെയ്യും എന്നാണ്. 1/xന്റെ സിയിലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി 1/x ഈക്വൽ ടു 1/c. റേഷ്യോ ആണ്. ഡിനോമിനേറ്റർ 0 ആയാൽ ഡിഫൈൻ ചെയ്യാൻ നടക്കില്ല. അപ്പോൾ നമ്മൾ സി നോൺ 0 ആണെന്ന് ഉറപ്പാക്കാൻ സി ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കണ്ടീഷൻ വെക്കുന്നു. എക്സും 0 ആയാൽ 1/x ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. എക്സ് പക്ഷെ സിയുടെ റൈറ്റിലോ ലെഫ്റ്റിലോ ഒക്കെ ആകാം. എക്സ് നോട്ട് ഈക്വൽ ടു 0, എക്സ് ഗ്രേറ്റർ ദാൻ 0, എക്സ് ലെസ് ദാൻ 0 ഒക്കെ ആകാം. അങ്ങനെയാണ് നമ്മളിപ്പോൾ പ്രൂഫ് കൊടുക്കാൻ പോകും. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി 1/x ഫോർ സി ഗ്രേറ്റർ ദാൻ 0, എക്സ് നോട്ട് ഈക്വൽ ടു 0 ഈസ് 1/c. ഹിയർ f of x ഈക്വൽ ടു ലിമിറ്റ് എഴുതിയിരിക്കുന്നത് കണ്ടിട്ട് എഫ് ഓഫ് എക്സ് എന്താണ് എന്ന് മനസ്സിലാക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x. അപ്പോൾ നമ്മൾ എഴുതി നോക്കേണ്ടത് തന്നെ ലിമിറ്റ് ഡെഫിനിഷൻ എപ്സിലോൺ ഡെൽറ്റ റിലേഷൻഷിപ്പ്, അതാണ് നോക്കേണ്ടത്. അപ്പോൾ അവിടെ മോഡുലസ് ഓഫ് എഫ് എക്സ് മൈനസ് എൽ, മോഡുലസ് ഓഫ് 1/x മൈനസ് ലിമിറ്റ് 1/c ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രൂവ് ദാറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ലിമിറ്റ് എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരം പ്രോബ്ലംസ് ചെയ്യുക. അപ്പോൾ എഫ് എക്സ് മൈനസ് എൽ, ദിസ് ഇസ് എഫ് ഓഫ് എക്സ് 1/x. എൽ ഇസ് എ ലിമിറ്റ് അറ്റ് ദ പോയിന്റ് സി, എൽ ഈക്വൽ ടു 1/c. എഫ് എക്സ് മൈനസ് എൽ നമ്മൾ എഴുതി നോക്കുകയാണ്. ഇതിനെ നിങ്ങൾക്കറിയാം, സി എക്സ് കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എടുത്ത് അറേഞ്ച് ചെയ്താൽ ന്യൂമറേറ്ററിൽ സി മൈനസ് എക്സ്, മോഡുലസ് ഓഫ് സി മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ സി എക്സ് എന്ന് നമുക്ക് കിട്ടും. ദെൻ ദിസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് സി മൈനസ് എക്സും മോഡുലസ് ഓഫ് എക്സ് മൈനസ് സിയും സെയിം ആണ്. ന്യൂമറേറ്ററിന്റെ ഡിനോമിനേറ്ററിന്റെ മോഡുലസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. മോഡുലസ് ഓഫ് എ ബൈ ബി, മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ആയതുകൊണ്ട് മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് സി എക്സ് എന്നായി. അപ്പോൾ നമ്മൾ സാധാരണ നോക്കുന്നത് എന്താ, എഫ് എക്സ് മൈനസ് എല്ലും എക്സ് മൈനസ് സി മോഡുലസുമായിട്ട് കണക്ട് ചെയ്യാനാണ് നോക്കുന്നത്. ഇപ്പോൾ ഇവിടെ എക്സ് മൈനസ് സി ഉണ്ടായിട്ടുണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി, അപ്പോൾ മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ആയിട്ട് കണക്ട് ചെയ്യാനാണ് നമ്മൾ നോക്കുക. മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ഡെൽറ്റയിൽ താഴെ ആയാൽ മോഡുലസ് ഓഫ് എഫ് എക്സ് മൈനസ് എൽ എപ്സിലോണിൽ താഴെയാണ് എന്ന് പറയാൻ പറ്റുമോ എന്നാണ് നോക്കുക. അപ്പോൾ ഇതിനനുസരിച്ച് ഡെൽറ്റ സെലക്ട് ചെയ്യും. അതുപോലെ ഈ സി എക്സ് ഇവിടെ നിന്ന് അപ്രത്യക്ഷമാകുകയും ചെയ്യണം. സി പ്രശ്നമില്ല, അത് നമുക്ക് എപ്സിലോണിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ എക്സ് വേരിയിങ് ആണ്, അതും കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ വെക്കുന്നു. ഇത് ഈ മോഡ് എക്സ് മൈനസ് സി കണ്ടിട്ടല്ല, ഇവിടുത്തെ എക്സിനെ മാറ്റിയെടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ 1 നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തു. അതുപോലെ ഞാനിപ്പോൾ ഇവിടെ ലെസ് ദാൻ സി ബൈ 2, സി ഗ്രേറ്റർ ദാൻ 0 ആണ്, സി ബൈ 2 എന്ന് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം മോഡുലസിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് മൈനസ് സി ബൈ 2 ലെസ് ദാൻ എക്സ് മൈനസ് സി ലെസ് ദാൻ സി ബൈ 2 എന്നറിയാം. സി എല്ലാത്തിനോടും ആഡ് ചെയ്യുവാണെങ്കിൽ സി മൈനസ് സി ബൈ 2 ഈസ് ലെസ് ദാൻ എക്സ് മൈനസ് സി ഈസ് ലെസ് ദാൻ സി പ്ലസ് സി ബൈ 2. എല്ലായിടത്തും സോറി, എക്സ് മൈനസ് സി വേണ്ട, നടുക്ക് എക്സ് മൈനസ് സി പ്ലസ് സി, എക്സ് മൈനസ് സി പ്ലസ് സി എന്നങ്ങനെ ഏതായാലും അറേഞ്ച് ചെയ്യണം. സി മൈനസ് സി ബൈ 2 ഈസ് സി ബൈ 2 ഈസ് ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി പ്ലസ് സി ബൈ 2 എന്ന് പറയുന്നത് 3/2 സി എന്ന് നമുക്ക് കിട്ടും. സി ബൈ 2 ലെസ് ദാൻ എക്സ് എന്നുള്ള പാർട്ട് എടുത്തിട്ട് നമുക്ക് 1/x ഈസ് ലെസ് ദാൻ 2/c. റെസിപ്രോക്കൽ എടുത്തപ്പോൾ ഇനീക്വാളിറ്റി തിരിഞ്ഞു പോയി. 1/x ഇത് മാത്രമേ എടുത്തുള്ളൂ, മറ്റേ ഭാഗം നമുക്ക് ആവശ്യമില്ല. ഈ ഭാഗം കൊണ്ട് മാത്രം നമുക്ക് വേണ്ട കാര്യം ഫോം ചെയ്യുകയാണ്. 1/x ലെസ് ദാൻ 2/c എന്ന് നമുക്ക് എഴുതാം. c ഈസ് പോസിറ്റീവ്, അതുകൊണ്ട് 1/mod x ലെസ് ദാൻ 2/c എന്ന് പറയാം. മോഡുലസ് ഓഫ് എ ബി, മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ബി എന്ന് എഴുതാം. ഇത് മോഡുലസ് ഓഫ് സി ഇൻറ്റു ദിസ് ഇസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് സി മോഡുലസ് ഓഫ് എക്സ്, മോഡുലസ് ഓഫ് സി ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് അങ്ങനെ എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ 1/xന്റെ മോഡുലസ് 2/c ചെറുതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ റീപ്ലേസ് ചെയ്യാം. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് 1/x മൈനസ് 1/c ആണ് നമ്മൾ പരിഗണിച്ചുകൊണ്ടിരുന്നത്. ദിസ് ഇസ് എന്താ, 1/x ലെസ് ദാൻ 2/c. അപ്പോൾ 1/xന് പകരം അതിനേക്കാളും വലിയൊരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. ദിസ് ഇസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ഡിവൈഡഡ് ബൈ മോഡ് സി, സി ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് സി ആണ്. 1/mod c ഈക്വൽ ടു സി സിൻസ് സി ഗ്രേറ്റർ ദാൻ 0
and 1 by mod x is less than 1 by x തന്നെ 2 by c യെക്കാട്ടിലും ചെറുതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 by mod x is less than 2 by c. ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. 1 by mod x is less than 2 by c എന്ന്, ഇത് 2 by c പോസിറ്റീവ് ആയതുകൊണ്ട് അങ്ങനെ പറയാം. അപ്പോൾ 1 by mod x ആണ്. 1 by mod x ഡിനോമിനേറ്ററിൽ കാണുന്ന mod x നെ നമുക്ക് 1 by mod x നെ 2 by c കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ 2 ന്യൂമറേറ്ററിലും ഇവിടെ ഒരു c ആണ് വരിക. ദിസ് ഇസ് ലെസ് ദാൻ 2 by c സ്ക്വയർ. 2 by c square into modulus of x minus c. 1 by x minus 1 by c modulus is less than 2 by c square into modulus of x minus c എന്ന് പറയാം. ഇവിടെ നമ്മളൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, mod x minus c less than c by 2. ഇത് നമ്മുടെ modulus of fx minus l ആണ്. ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതണമെങ്കിൽ modulus of x minus c less than delta. ആ ഡെൽറ്റ എന്താണെന്ന് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇവിടെ ലെസ് ദാൻ എപ്സിലോൺ എഴുതാനാണ്. ഈ 2 by c സ്ക്വയർ ക്യാൻസൽ ചെയ്യുന്നത് പോലെ വേണം ഇവിടുത്തെ ഡെൽറ്റ സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഡെൽറ്റ ഈക്വൽ ടു, ഡെൽറ്റ എന്ന് പറയാവുന്നതില്ല, ഡെൽറ്റ ഈക്വൽ ടു എന്താ, 2 by c സ്ക്വയറിന്റെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി c സ്ക്വയർ ബൈ 2 എന്ന് ഞാൻ എഴുതും, ഇൻറ്റു എപ്സിലോൺ എഴുതും. അപ്പം mod x minus cക്ക് പകരം ഈ വാല്യൂ എഴുതിയാൽ mod x minus c less than ഡെൽറ്റ അല്ല, if mod x minus c ഒരെണ്ണം ഉള്ളായിരുന്നെങ്കിൽ അങ്ങനെ എടുക്കാൻ. ഇവിടെ ഇങ്ങനെ ഒരു കണ്ടീഷൻ കൂടെ ഉള്ളതുകൊണ്ടാണ്, അല്ലെ ഡെൽറ്റ ഈക്വൽ ടു എന്ന് നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോൾ ഈ കണ്ടീഷനും ശരിയാണ്, mod x minus c less than c square by 2 എപ്സിലോൺ എന്നുള്ള കണ്ടീഷൻ ശരിയായ ഇവിടെ ക്യാൻസലേഷൻ നടക്കും. if mod x minus c less than c square by 2 into epsilon, this is less than 2 by c square into c square by 2 into epsilon. അപ്പോൾ ഇത് ക്യാൻസൽ, ഇതത് കണ്ടുകൊണ്ട് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും. അതിന് നമ്മൾ എന്ത് വേണം, ഇഫ് വി സെലക്ട്, ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇഫ് വി സെലക്ട് ഇത് കിട്ടണമെങ്കിൽ എന്താ വേണ്ടേ, ഈ കണ്ടീഷനും ശരിയാകണം, ഈ കണ്ടീഷനും ശരിയാകണം, ഈ കണ്ടീഷനും ശരിയാണ്. ഇവിടെ mod x minus c less than c square by 2 എപ്സിലോൺ എഴുതിയാലേ ഇവിടെ ക്യാൻസൽ ചെയ്ത് ലെസ് ദാൻ എപ്സിലോൺ കിട്ടുള്ളൂ. ഇവിടെ mod x minus c less than c by 2 ൽ നിന്ന് 1 by x less than 2 by c നമ്മളോട് ഉപയോഗിച്ചിരിക്കുന്നത്. if we select delta equal to minimum of ഏതാ, mod x minus c less than c by 2. രണ്ടാമത്തേത് mod x minus c less than c square by 2 എപ്സിലോൺ. ഇതിന്റെ രണ്ടിന്റെയും മിനിമം ആയിട്ട് ഡെൽറ്റ സെലക്ട് ചെയ്യുവാണെങ്കിൽ ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും, ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. ദാറ്റ് ഈസ് given epsilon greater than 0, given epsilon greater than 0, we can find delta by this minimum. We find delta ഈ ഡെഫിനിഷൻ ഉപയോഗിച്ച് such that modulus of x minus c less than delta. അപ്പോൾ c by 2ന്റെ c square by 2 എപ്സിലോണിന്റെ മിനിമം ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്, ഇത് നമുക്ക് ഉപയോഗിക്കാം. c square by 2 എപ്സിലോണിന്റെ ഡെൽറ്റ അതിലും ചെറുതാ, അതുകൊണ്ട് ഈ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇവിടെ എഴുതിയത് വാലിഡ് ആവും. ഇംപ്ലൈസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് കിട്ടിയ റിസൾട്ട് വാലിഡ് ആണ്. 1 by x minus 1 by c is less than എപ്സിലോൺ. mod x minus c ഡെൽറ്റയിൽ താഴെയാകുമ്പോൾ 1 by x minus 1 by c എപ്സിലോണിൽ താഴെയാവും. അപ്പോൾ എപ്സിലോൺ ഡെൽറ്റ റിലേഷൻഷിപ്സ് വെച്ച് നമുക്ക് ലിമിറ്റ് പറയാം. 1 by xന്റെ ലിമിറ്റ് 1 by c ആയി എന്നാണ്, അതിൽ fxന്റെ ലിമിറ്റ് l ആയി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു c, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു c f of x equal to 1 by x is 1 by x minus 1 by c എടുക്കാം, is 1 by c. fx, this is fx, this is l. mod x minus c less than delta നടക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ എക്സ്റ്റെൻസ് ടു c ലിമിറ്റ് എങ്ങനെയാണ്, ഏത് പോയിന്റിലാണ് എന്നുള്ളത് തീരുമാനിക്കും. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു c 1 by x equal to 1 by c. അപ്പോൾ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. മറ്റൊരു പ്രോബ്ലം കൂടി നമുക്ക് ഉടനെ തന്നെ കാണാം, അത് അടുത്ത വീഡിയോയിലാവട്ടെ. താങ്ക് യു.